രാജ്യത്ത് വീണ്ടും പാചകവാതക വില വർദ്ധിച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 46 രൂപയാണ് കൂടിയത്. വിലവർദ്ധനവിൽ ആശങ്കയിലാണ് ഹോട്ടൽ ഉടമകൾ. ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂടാനും ഹോട്ടലുകാർ നിർബന്ധിതരായേക്കും. 12 കിലോയുടെ സിലിണ്ടറിന് 46 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 3131 രൂപയായി. 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറിനും 11 രൂപയുടെ വർധനവുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. 993 രൂപയുടെ വർധനമാണ് അന്നുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സവുമാണ് വില കൂടാനുള്ള പ്രധാന കാരണം. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചത് ഹോട്ടൽ അടക്കമുള്ള വ്യവസായങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ചായക്കൊക്കെ നമ്മൾ 1 രൂപ കൂട്ടിയുള്ളൂ, പക്ഷേ അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചായക്ക് 20 രൂപയെങ്കിലും ആക്കണം. ശരിക്കും മിനിമം 15 ഇതിന് കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയും പ്രതിസന്ധി തന്നെയായിരിക്കും, കാരണം ഇനിയും വില കൂടും എന്നാണ് പറയണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കുള്ളൂ. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലവർദ്ധനവ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ലേ, എക്സ്പെക്റ്റഡ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഇപ്പോൾ വർദ്ധിച്ചിട്ടില്ല എന്നതാണ് ചെറിയ ആശ്വാസം. അമൃത ന്യൂസ്, കൊച്ചി.